മാരത്തോൺ ഓട്ടക്കാരിയാണ് മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ മലയാളിയായ ലക്ഷ്മി നായർ. ഇന്ന് മാരത്തോൺ അവൾക്ക് വെറും ഓട്ട മത്സരമല്ല, ഇടറി വീഴാൻ പോയ ജീവിതത്തിന് കരുത്തു പകരുന്ന ധ്യാനമാണ്. സ്കൂളിലും കോളേജിലും കായിക മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ലക്ഷ്മി 2013 മുംബൈയിലേക്ക് മാറിയ ശേഷമാണ് മാരത്തോണുകളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. ഈ വർഷങ്ങളിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായി 5 ഫുൾ മാരത്തോണും ഒരു 50 കിലോമീറ്റർ മാരത്തോണും ഹാഫ് മാരത്തോണുകളുമായി 27 മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ മാരത്തോണുകൾ അവൾക്ക് ലഹരിയായി. അങ്ങനെയാണ് ഏതൊരു ദീർഘദൂര ഓട്ടക്കാരൻ്റെയും സ്വപ്നമായ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും ദൂരം കൂടിയതുമായ ദക്ഷിണാഫ്രിക്കയിലെ കോംറേഡ്സ് മാരത്തോണിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നത്. 2024 അതിനായി തയ്യാറെടുപ്പുകൾ തുടങ്ങി. അതിനിടയിലാണ് ഹൃദയസ്പന്ദനത്തിൻ്റെ മാറ്റം ലക്ഷ്മി ശ്രദ്ധിക്കുന്നത്. ഓട്ടത്തിൻ്റെ വേഗത കുറയുന്നതായും തിരിച്ചറിഞ്ഞു. കായിക താരമായതിനാൽ ആരോഗ്യ സംരക്ഷണത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ലക്ഷ്മിയിൽ ഡോക്ടർമാർ കാര്യമായ പ്രശ്നങ്ങൾ കണ്ടതുമില്ല. പക്ഷേ തുടർന്നുള്ള പരിശോധനയിൽ രക്താർബുദം സ്ഥിരീകരിച്ചു. അതോടെ ജീവിതമെന്ന മാരത്തോണിൽ റെഡ് സിഗ്നൽ വീണു. മരണം വിളിപ്പാടകലെ. പക്ഷേ വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. നാട്ടിലും സിംഗപ്പൂരിലുമായി ചികിത്സ. മജ്ജ മാറ്റിവെക്കൽ ചികിത്സ നടന്ന സിംഗപ്പൂരിലെ ആശുപത്രി മുറിയുടെ അതിരുകളെ മാരത്തോൺ ട്രാക്കാക്കി അവൾ ഓടിക്കൊണ്ടിരുന്നു. ഒറ്റപ്പെട്ട നിമിഷത്തിലും മനസ്സും ശരീരവും ജീവിത മാരത്തോണിനായി സജ്ജമാക്കിക്കൊണ്ടിരുന്നു. ചികിത്സയുടെ ഓരോ ഘട്ടവും അതീവ സങ്കീർണമായിരുന്നു. അതിനെയെല്ലാം അതിജീവിച്ചാണ് ലക്ഷ്മി കഴിഞ്ഞ മാസം കൊച്ചിയിൽ നടന്ന സ്പൈസ് കോസ്റ്റ് മാരത്തോണിൽ ഓടി വിജയിച്ചത്. ചെറുപ്പക്കാരായ വനിതകളുടെ വിഭാഗത്തിൽ 2ാം സ്ഥാനമായിരുന്നു. മാരത്തോൺ ലക്ഷ്മിക്ക് ഇന്നൊരു ധ്യാനമാണ്, ജീവനെ നിലനിർത്താനുള്ള ധ്യാനം. അതിലവൾ വിജയിക്കുക തന്നെ ചെയ്യും. എസ്. അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.